മന്ത്രി സി ജോസഫ് വിജയ് ദേശീയ പതാക ഉയർത്തിയ ചടങ്ങിൽ ദേശീയ ഗാനം മാത്രമാണ് ബാൻഡ് വാദ്യത്തിൽ വായിച്ചത്. നടി തൃഷ, വിജയുടെ മാതാപിതാക്കൾ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. ലിജോ വർഗീസ് വിവരങ്ങളുമായി ചേർന്നു. ലിജോ, രാജ്യമെങ്ങും ഇത്തവണ ഈ വന്ദേമാതരത്തിന്റെ 150-ാം വർഷം കൂടി പ്രമാണിച്ച് എല്ലായിടത്തും വന്ദേമാതരം ആലപിക്കണമെന്ന പ്രത്യേക നിർദ്ദേശം കൂടി ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് അത് ഇടയ്ക്ക് വിവാദമായതാണ്. പക്ഷേ കേരളം മുഴുവൻ വന്ദേമാതരത്തിന്റെ മുഴുവൻ വരികളും ആലപിച്ചില്ല. പക്ഷേ തമിഴ്നാട് വന്ദേമാതരം തൊട്ടതേയില്ലല്ലേ? വന്ദേമാതരവും അതോടൊപ്പം തന്നെ തമിഴ് തായ് വാഴ്ത്തും ഇല്ലാതെയാണ് സ്വാതന്ത്ര്യദിന പരിപാടികൾ മുമ്പോട്ട് കൊണ്ടുപോയത്. മുഖ്യമന്ത്രി വിജയ് ഈ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾക്കായി എത്തുകയും അതിനുശേഷം ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു. ആ ഘട്ടത്തിൽ ദേശീയ ഗാനം ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടുകൂടി ആ വാദ്യത്തോടുകൂടി വായിക്കുക മാത്രമാണ് ചെയ്തത്. വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ രണ്ട് ഗാനങ്ങളും ഒഴിവാക്കിക്കൊണ്ട്, അതായത് വന്ദേമാതരം അതോടൊപ്പം തന്നെ തമിഴ് തായ് വാഴ്ത്തും ഒഴിവാക്കിക്കൊണ്ടാണ് ഇന്ന് പരിപാടി സംഘടിപ്പിച്ചത്. അതിനുശേഷം മറ്റ് അവാർഡ് ദാന ചടങ്ങുകൾക്ക് ശേഷം മുഖ്യമന്ത്രി അവിടെ നിന്ന് വേദിയിൽ നിന്ന് പോവുകയായിരുന്നു. അങ്ങനെയാണ് ഇത്തവണ തമിഴ്നാട്ടിൽ സ്വാതന്ത്ര്യദിന ആഘോഷം നടന്നത്. സ്വാഭാവികമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളിലും ഇത്തരത്തിൽ പലതരത്തിലാണ് ഇത്തവണ സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നത്. അതിൽ തന്നെ ഉപയോഗിക്കേണ്ട ഗാനങ്ങൾ, അത് ദേശീയ ഗാനവും അതോടൊപ്പം തന്നെ ദേശീയ ഗീതവും സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ പലയിടത്തും ഉണ്ടായിരുന്നു. രാഷ്ട്രീയപരമായി തന്നെ പലയിടത്തും അത് വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ തമിഴ്നാട് സർക്കാർ അതുകൊണ്ട് തന്നെ വന്ദേമാതരം ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തവണ അവരുടെ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഓക്കെ ലിജോ, ശരി.